നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പി A+ മണ്ഡലമായി കാണുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഇവിടെ ത്രികോണ പോരാട്ടമാണെന്ന വിലയിരുത്തലാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റേത്. മാസ് പ്രചാരണമാണ് ഇത്തവണ ബി.ജെ.പി ആലപ്പുഴയിൽ നടത്തുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥി എത്തുന്നു. ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കാൻ എത്തുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ. സ്വീകരണ വേദികൾ മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങളെ വരവേൽക്കാനുള്ള വേദി കൂടിയായി മാറുന്നു. വിധിയെഴുത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ഊർജം പകരാൻ ഇപ്പോൾ ശോഭയ്ക്കൊപ്പമുള്ള വ്യക്തി CPMന്റെ ഒരു കാലത്തെ പേടി സ്വപ്നമായിരുന്നു. CPM ക്രൂരതയിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് കേരളത്തിൽ. അത്തരത്തിൽ ഒരാളാണ് ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് ക്രൂരതയിൽ ഇദ്ദേഹത്തിന് നഷ്ടമായത് സ്വന്തം കാലാണ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ ആലത്തൂരിൽ നിന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് ഷിബു. ഇപ്പോൾ 18 വയസ്സിൽ ആർമിയിൽ ജോലിയിൽ പ്രവേശിച്ച ഷിബു 17 വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിച്ചത്. ആലത്തൂരിൽ തിരികെ എത്തിയ ശേഷം അദ്ദേഹം പ്രദേശത്തെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന പ്രദേശത്ത് BJP ശക്തി പ്രാപിച്ചതോടെ ഷിബു സഖാക്കളുടെ നോട്ടപ്പുള്ളിയായി. 2018 ഏപ്രിൽ 2 രാത്രി 9 മണിയോടെ 8-അംഗ സംഘം വീട്ടിൽ കയറിയാണ് അദ്ദേഹത്തെ വെട്ടിയത്. ക്യാൻസർ രോഗിയായ അമ്മയുടെ മുന്നിലിട്ടായിരുന്നു ആക്രമണം. ഒടുവിൽ മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിയ ക്രിമിനലുകൾ ഷിബുവിനെ കൊല്ലാൻ ദിവസങ്ങളായി പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തിയപ്പോൾ കൈകാലുകൾ വേർപെട്ട നിലയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഷിബു. മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ 38-ലധികം മുറിവുകൾ ഷിബുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. തുടർന്ന് മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും. ഒടുവിൽ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒപ്പം വലത് കൈയുടെ ശേഷി ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തു. CPM ഭീകരതയുടെ ഇരയായി ഒതുങ്ങിക്കൂടാൻ പക്ഷേ മുൻ സൈനികൻ തയ്യാറായില്ല. മാസങ്ങൾക്കുള്ളിൽ പൊയ്ക്കാലിൽ നടക്കാനും വാഹനം ഓടിക്കാനും പ്രാപ്തരായി. ചികിത്സാ സമയം അദ്ദേഹം പഠനത്തിനായി മാറ്റിവെച്ചു. ഇന്ന് സോഷ്യൽ സർവീസിലും അഗ്രികൾച്ചറൽ മൾട്ടിപ്പിൾ ഫാമിംഗിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം LLBക്ക് പഠിക്കുകയാണ് ഷിബു. താൻ നേരിട്ട സമാനതകളല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ നേരിൽ കാണിച്ചാണ് അദ്ദേഹം ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചാരണം നടത്തുന്നത്. 1.5 മാസം മുൻപാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ആലപ്പുഴയിലെത്തിയത്. BJP ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ച ഷിബു ബാലകൃഷ്ണൻ നിലവിൽ വിമുക്ത ഭടരുടെ സെല്ലിന്റെ സംസ്ഥാന കൺവീനറാണ്. ചേർത്തല നഗരസഭ 15 വാർഡിലെ വീടുകളിലെത്തി തനിക്ക് നേരിട്ട കണ്ണില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ നേരിൽ വിവരിച്ചാണ് അദ്ദേഹം ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിച്ചത്. ജീവിത പ്രതിസന്ധിയിൽ തളരാതെ താങ്ങി നിർത്തിയ പ്രസ്ഥാനത്തിന് തന്നാലാവും വിധം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ആഴ്ചകളായി അദ്ദേഹം ആലപ്പുഴയിലുണ്ട്. BJP ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.